ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് മനഃശാസ്ത്രപരമായ പഠനങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതൊരു പക്ഷേ നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. അതിൽ നമ്പർ 1 ആയിട്ട് വരുന്നത് മ്യൂസിക് ചേഞ്ചസ് പെർസെപ്ഷൻ. മ്യൂസിക്കിന് ഒരാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ചേഞ്ച് ചെയ്യാനുമുള്ള കഴിവുണ്ടെന്നാണ് സൈക്കോളജി പറയുന്നത്. നല്ലൊരു അടിപൊളി സോങ് കേൾക്കുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ആ ഒരു വൈബിലേക്ക് മാറുകയും അതുപോലെ ഒരു സങ്കടമുള്ളൊരു മെലഡി അതുപോലെയുള്ള സോങ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീലിങ്സിലേക്ക് മാറുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ലോകത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിനെ സ്വാധീനിച്ചായിരിക്കും നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന സംഗീതവും. നിങ്ങൾ നിങ്ങളുടെ കാതുകളിലൂടെ കേൾക്കുന്നത് പോലെ തന്നെ അത് നിങ്ങളുടെ കണ്ണുകൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുമെന്നാണ് സൈക്കോളജി പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാതുകളിലൂടെ കേൾക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ തിരയും. അതുകൊണ്ട് തന്നെയാണ് എക്സസൈസ് ചെയ്യുന്നവരെല്ലാം എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ടുള്ള സോങ്സ് കേട്ടുകൊണ്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഉറങ്ങാനായിട്ട് താരാട്ട് പാട്ടുകൾ കേൾക്കുന്നത്, സോഫ്റ്റ് മ്യൂസിക്, അത് നമ്മൾക്ക് റിലാക്സേഷൻ തരും. ഇനി നമ്പർ 2 എന്താണെന്ന് നോക്കാം. ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ്. ശരിക്കും ബുദ്ധിശാലിയായിട്ടുള്ള ഒരാൾ ശരാശരിയിൽ കുറഞ്ഞ ബുദ്ധി മാത്രമേ എനിക്കുള്ളൂ എന്നാണ് കരുതുന്നത്. അവരൊരിക്കലും ഞാൻ വളരെയധികം സ്മാർട്ടാണ്, എല്ലാവരെയും കഴിഞ്ഞ് സ്മാർട്ടാണ് എന്ന് കരുതാറില്ല. എങ്കിൽ ശരാശരി ഐക്യു മാത്രമുള്ള ഒരാളാണെങ്കിൽ അവരിതിന് നേരെ വിപരീതമായിരിക്കും. ഞാൻ എല്ലാവരെയും കഴിഞ്ഞും മികച്ചതാണ്, എനിക്ക് എല്ലാവരെയും കഴിഞ്ഞും കഴിവുണ്ട് എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളിലും ഞാൻ മുന്നിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സുപ്പീരിയോറിറ്റി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരിലുള്ള ആ ക്യാരക്ടർ ഒരു ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം. യഥാർത്ഥത്തിൽ അവരൊരിക്കലും അത്രയ്ക്ക് സ്മാർട്ട് ആയിരിക്കുകയില്ല. കാരണം അതിബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും തനിക്ക് അത്രയധികം കഴിവുണ്ട് എന്നുള്ളത് അംഗീകരിക്കുകയില്ല. അവർക്ക് ഇനിയും തന്നെ ഇമ്പ്രൂവ് ചെയ്യണം, മെച്ചപ്പെടാനുണ്ട് എന്നൊരു തോന്നലായിരിക്കും ഉണ്ടാവുക. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, പരീക്ഷയ്ക്ക് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് എക്സാം ഹാളിലേക്ക് കയറുന്ന സുഹൃത്തിനായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാർക്ക്. അതിന് കാരണം അവർ കുറച്ചധികം ഇൻ്റലിജൻ്റ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. ഞാൻ പഠിച്ചത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി പഠിക്കണമായിരുന്നു എന്ന തോന്നലിൽ നിന്നാണ് അവരങ്ങനെ പറയുന്നത്. അടുത്തത് നമ്പർ 3, സിംഗിങ് റെഡ്യൂസസ് ആങ്സൈറ്റി. ഇപ്പോൾ നിങ്ങൾ എമർജൻസി ആയിട്ട് എങ്ങോടെങ്കിലും പോവുകയാണ്, ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടായിരിക്കും, ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും ടെൻഷൻ ഉണ്ടായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ സൈക്കോളജി പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനം നിങ്ങൾ കേൾക്കുകയും അതോടൊപ്പം അതിന് അനുസരിച്ച് പാടുകയും ചെയ്യണമെന്നാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തമാശയായിട്ടും കൗതുകമൊക്കെ തോന്നാം. പക്ഷേ എങ്കിലും നിങ്ങളിങ്ങനെ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ ഓക്സിറ്റോസിൻ പോലുള്ള കുറച്ച് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഉത്കണ്ഠ കുറയാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുവഴി നിങ്ങളുടെ മൂഡ് നന്നാവുകയും നിങ്ങൾ ഹാപ്പി മൂഡിലേക്ക് വരികയും നിങ്ങളുടെ ടെൻഷൻ കുറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറയുകയും നിങ്ങളെ റിലാക്സ് ആക്കുകയും നിങ്ങൾ ശാന്തമാവുകയും നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും. അടുത്തത് നമ്പർ 4, പവർ ഓഫ് സൈലൻസ്. നിങ്ങൾക്കിപ്പോൾ ഒരാളോട് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ അതെങ്ങനെ ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയില്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ ആ വ്യക്തിയോട് ഒരു കാര്യം ചോദിക്കുക. എന്നിട്ട് അവരതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുക. അവരതിന് നൽകുന്ന ആൻസർ നിങ്ങൾ കേൾക്കുക. കേട്ട് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ അവരുമായിട്ടുള്ള ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ആ വ്യക്തി തന്നെ അതിനെ തുടർന്ന് സംസാരിക്കുമെന്നാണ് സൈക്കോളജി പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളോടൊരാൾ തുറന്ന് സംസാരിക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അവരോടൊരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ച ശേഷം നിങ്ങൾ സൈലൻ്റ് ആവുക. ഏതൊരു സംഭാഷണത്തിലും സൈലൻസ് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായും അവരവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുമല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിലേക്ക് ഇട്ട് തരികയെങ്കിലും ചെയ്യും. അത് ആ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കും. അടുത്തത് നമ്പർ 5, പ്ലേയിങ് ഡം. ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വളരെയധികം ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഷയം സംസാരിക്കാനായിട്ട് ഇട്ടുകൊടുത്ത് അതിൽ നിന്നും അവരെ മനസ്സിലാക്കിയെടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ആ ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് ബുക്സ് വായിക്കുന്നതിനോട് താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായ അറിവുകൾ ഉണ്ടെങ്കിലും അതൊന്നും ഇല്ലാത്ത ഭാവത്തിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം.
അതിൽ നിന്നും നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അവർക്കൊരു ചാൻസ് കൊടുക്കുകയാണ്. അവർക്കതിനെക്കുറിച്ച് അറിയാം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അവർക്ക് അപ്പോൾ താല്പര്യം കൂടും. അതുമാത്രമല്ല, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടം തോന്നുകയും ചെയ്യും. നിങ്ങളൊരു ലൈക്കബിൾ പേഴ്സണായിട്ട് മാറുകയാണ്. മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയതെന്തെങ്കിലും പഠിക്കാനായിട്ടും സാധിക്കും. നമ്പർ 6, ദ സ്നാക്ക് മാൻ. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഔട്ടിംഗ് പോകുന്നു, ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഫുഡ് കഴിക്കാനിരിക്കുന്ന ആ ടേബിളിൽ എന്തിനെക്കുറിച്ചെങ്കിലുമുള്ള ഒരു സംഭാഷണം നടക്കുന്നു. അതിനെ തുടർന്ന് അതൊരു തർക്കത്തിലേക്ക് മാറുന്നു. അത് കൂടുതൽ വഷളാകുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആ ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സൈക്കോളജി പറയുന്നത് വളരെ സംഘർഷഭരിതമായൊരു അവസരത്തിൽ അല്ലെങ്കിൽ വളരെ ടെൻസ്ഡ് ആയിരിക്കുന്ന ഒരു അവസരത്തിൽ ഫുഡ് കഴിക്കുന്നത് അത് നമ്മളെ ശാന്തമാക്കും എന്നാണ്. സൈക്കോളജി പറയുന്നത് പോലെ ഈറ്റിംഗ് ഒരു കാമിങ് ആക്ടിവിറ്റി ആയതുകൊണ്ട് നിങ്ങളത് തുടങ്ങുമ്പോൾ മറ്റുള്ളവരും അവിടെ കംഫർട്ടബിൾ ആകുന്നു. നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവർ കുറച്ച് ടെൻഷൻ ആവുകയോ എല്ലാം ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് പോയിരുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഫിയോ അല്ലെങ്കിൽ ഒരു സ്നാക്സോ എന്തെങ്കിലും ഓഫർ ചെയ്യാം. അതുപോലെ തന്നെ ഈവൻ ഒരു ചോക്ലേറ്റ് വെച്ച് പോലും ചിലപ്പോൾ നമുക്ക് അവരുടെ മൂഡ് മാറ്റാനായിട്ട് സാധിക്കുമെന്നാണ് സൈക്കോളജി പറയുന്നത്. ഇനി നമ്പർ 7 എന്താണെന്ന് നോക്കാം. ഫോമിങ് എ ഹാബിറ്റ്. ശരിക്കും ഒരു പുതിയ ശീലം തുടങ്ങാനും അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാനും എത്ര സമയം വേണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഫസ്റ്റൊക്കെ കരുതിയിരുന്നത് ഒരു 21 ഡേയ്സിൽ നമുക്കത് സാധ്യമാകുമെന്നാണ്. എങ്കിൽ പുതിയ സൈക്കോളജി പഠനങ്ങൾ പറയുന്നത് ഒരു പുതിയ ശീലം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് 66 ദിവസമെങ്കിലും വേണമെന്നാണ്. ഈ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ഈ 66 ദിവസത്തിനെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തെ 22 ദിവസം അത് വളരെ കഠിനമായൊരു ഭാഗമായിരിക്കും. ആദ്യത്തെ 22 ദിവസം വളരെ ബുദ്ധിമുട്ട് തോന്നും. അടുത്ത 22 ദിവസം തീരെ പറ്റില്ല എന്ന് തോന്നും, ഉപേക്ഷിച്ചാലോ എന്ന് വരെ തോന്നാം. അത് ഓൾമോസ്റ്റ് വേണ്ടെന്ന് വെക്കും. അവസാനത്തെ 22 ദിവസവും കഴിഞ്ഞാൽ നിങ്ങളൊരു കൺസിസ്റ്റൻസി അച്ചീവ് ചെയ്യും. പിന്നീട് അത് നിങ്ങളുടെ മനസ്സും ശരീരവുമായി പൊരുത്തപ്പെടും. അങ്ങനെ അത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാകും. അങ്ങനെ നമുക്ക് പുതിയൊരു ശീലം ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് നമ്പർ 8, കോൾ പീപ്പിൾ ബൈ ദെയർ നെയിംസ്. സൈക്കോളജി പഠനങ്ങൾ പറയുന്നത് ഓരോ വ്യക്തിക്കും അവരവരുടെ പേരുകൾ കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണെന്നാണ്. ശരിക്കും എല്ലാവർക്കും അവരവരുടെ പേരിനോടൊരു ഇഷ്ടമുണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് വളരെ പ്രാധാന്യമുള്ളതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ നമ്മളെ പേരെടുത്ത് വിളിക്കുകയോ അല്ലെങ്കിൽ പേരെടുത്ത് കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേരെടുത്ത് നമ്മളെ ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുമ്പോഴെല്ലാം നമുക്കത് വളരെയധികം സന്തോഷമുണ്ടാക്കും. നമുക്ക് ചിലപ്പോൾ അഭിമാനം തോന്നും. അവർ നമ്മളുടെ പേരെടുത്ത് പറഞ്ഞല്ലോ, അവർ നമ്മളുടെ പേര് ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അത്തരത്തിലെല്ലാം അവർക്കൊരു അഭിമാനം തോന്നും, സന്തോഷം തോന്നും. അതുപോലെ ആരെങ്കിലും നിങ്ങളുടെ പേര് മറന്നു പോയാലും അത് നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കത് ഇൻസൾട്ടായിട്ടും ഫീൽ ചെയ്യും. ഒരാളുടെ മുന്നിൽ നമുക്ക് അവരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മളവരെ പരിഗണിക്കുന്നുണ്ട് എന്ന് കാണിക്കാനായിട്ട് അവരുടെ പേരെടുത്ത് വിളിക്കുന്നത് അനിവാര്യമാണ്. അത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അവരുടെ പ്രാധാന്യം അവർക്ക് മനസ്സിലാവുകയും അവർ നിങ്ങൾക്കൊപ്പം കംഫർട്ടബിൾ ആവുകയും ചെയ്യും. അടുത്തത് ലാസ്റ്റ് വണ്ണാണ്, നമ്പർ 9, പ്രൊവൈഡ് എ ചോയ്സ്. നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അതിനുള്ള ഓപ്ഷനുകൾ നൽകണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളോട് നമുക്ക് വേണമെങ്കിൽ പോയി പഠിക്കാൻ പറയാം. പക്ഷേ ആ പഠിക്കാൻ പറയുന്നതിന് പകരം നമുക്ക് പഠിച്ചാലോ, ഏത് വിഷയമാണ് നീ ആദ്യം ചൂസ് ചെയ്യുന്നത്, കണക്ക് പഠിക്കുന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നോ, ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് തോന്നും ആ തീരുമാനം അവരാണ് എടുക്കുന്നതെന്ന്, അവരുടെ കാര്യങ്ങൾ അവരാണ് നിയന്ത്രിക്കുന്നതെന്ന്. ശരിക്കും നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന വെയിറ്ററും നമ്മളോട് ഇതേ ട്രിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം അവർ നമ്മൾക്ക് ഓപ്ഷൻസ് തരികയാണ്. അവർ തരുന്ന ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് തോന്നും ശരിക്കും ആ തീരുമാനം നമ്മളുടേതാണെന്ന്. പക്ഷേ അവർ നമ്മളെ കൊണ്ട് ആ തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമ്പർ 10, ദ പവർ ഓഫ് സൺലൈറ്റ്. ഇപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ അടച്ചിരുന്നിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആ വീട്ടിലിരുന്ന ഒരു മൂഡല്ലായിരിക്കും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ. ആ ഒരു വെളിച്ചവും ആ ഒരു പുറത്തെ കാഴ്ചകളും എല്ലാം കാണുമ്പോൾ നമ്മുടെ മൂഡ് ഓട്ടോമാറ്റിക്കലി മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം സൂര്യപ്രകാശത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങളുടെ ബോണിന് മാത്രമല്ല ഉള്ളത്, അതുപോലെ തന്നെ അത് നമ്മുടെ മൂഡിനെയും മാറ്റും. നിങ്ങളുടെ ഡിപ്രഷനെയും കുറയ്ക്കാനായിട്ട് സൂര്യപ്രകാശത്തിന് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഡി മൂഡ് സ്റ്റെബിലൈസറായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കുറവുള്ള രാജ്യങ്ങളിൽ ഡിപ്രഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നു.
അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു 20 മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഡയറക്റ്റ് സൺലൈറ്റ് വേണം. അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തും. അതിലും അതിരാവിലെയുള്ള സൂര്യപ്രകാശമാണെങ്കിൽ ഏറ്റവും മികച്ചത്. ഇനി നമ്പർ 11 നോക്കാം. മിറർ ബോഡി ലാംഗ്വേജ്. നിങ്ങൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് അനുകരിച്ച് സംസാരിച്ചാൽ അവർ പെട്ടെന്ന് നിങ്ങളുമായി അടുക്കുമെന്നാണ് സൈക്കോളജി പറയുന്നത്. അവർക്ക് നിങ്ങളുമായിട്ടൊരു ആത്മബന്ധം പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടൊരു വിശ്വാസം തോന്നും. അവർ സംസാരിക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആവുകയും അവരുടെ കുറച്ച് എക്സ്പ്രഷൻസ് നിങ്ങൾ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ പെട്ടെന്ന് നിങ്ങളോട് അടുക്കും. അവർക്ക് നിങ്ങളുമായിട്ട് വളരെ കംഫർട്ടബിൾ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങളൊരാളോട് സംസാരിക്കുമ്പോൾ അവരേറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴും അതേ വാക്കുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി അവർക്ക് നിങ്ങളും അവരെ പോലെയാണെന്ന് തോന്നും. അത് കൂടുതൽ അടുപ്പത്തിന് ഇടയാക്കും. അവർ നിങ്ങളുടെ കമ്പനി എൻജോയ് ചെയ്യാനായിട്ട് ആരംഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ സൈക്കോളജിക്കൽ ഫാക്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യുക. താങ്ക്